പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ലേസർ ജെറ്റ് വൈഫൈ പ്രിൻ്ററായ കനോൺ LBP6030W എന്ന പ്രിൻ്റർ എങ്ങനെ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിൻ്റെ LBP6030W എന്ന ഈ പ്രിൻ്റർ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ആദ്യം പ്രിൻ്റർ റൗട്ടറിൽ കണക്ട് ചെയ്യണം, എന്നിട്ട് മാത്രമേ മൊബൈൽ വഴി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ആ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ സെർച്ചിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കനോൺ ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്യാം. കനോണിൻ്റെ ബിസിനസ് എന്ന ആപ്ലിക്കേഷനാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. സാധാ ഇങ്ക് ടാങ്ക് പ്രിൻ്ററുകൾക്ക് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല, കണ്ടില്ലേ. കനോൺ പ്രിൻ്റ് ബിസിനസ് എന്ന ഈ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ലൈസൻസ് അഗ്രിമെൻ്റ് ആണ് ചോദിക്കുന്നത്. അത് അഗ്രി എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അത് പിന്നെയും അഗ്രി എന്ന് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ പൂർണ്ണമായി ഓപ്പണായി വരുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇവിടെ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യം, കനോൺ പ്രിൻ്റ് സർവീസിൻ്റെ ആവശ്യം ഇപ്പോൾ ഈ വീഡിയോയിലില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം പേജ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മേലെ കാണാൻ സാധിക്കും സെലക്ട് പ്രിൻ്റർ എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വൈഫൈയിൽ സെർച്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓട്ടോ സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൗട്ടറിൽ ആൾറെഡി പ്രിൻ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ പ്രിൻ്റർ ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. സ്കാനറുള്ള പ്രിൻ്ററിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് സ്കാൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഈ ഒരു മോഡലിന് അവൈലബിൾ അല്ല. ഇതിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ പ്രിൻറ്റ് ചെയ്യാൻ. കാരണം ഈ പ്രിൻ്റർ വെറും പ്രിൻറ്റിങ് മാത്രമേ ഉള്ളൂ, സ്കാനിങ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ ഫയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതൊരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് ഉണ്ട്. രണ്ട് വഴിയിലൂടെയാണ് നമുക്ക് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലുള്ള സകല PDF ഫയലുകളും ഇവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ നമുക്ക് അത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സേവ് ചെയ്ത ഫയലിൻ്റെ അവിടുന്ന് പ്രിൻറ്റ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സപ്പോസ് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തപ്പോൾ നമ്മുടെ ഫോണിലുള്ള PDF ഫയലുകളാണ് കാണിക്കുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഫയൽ മാനേജറിൽ നമ്മളൊരു ഫയൽ സെലക്ട് ചെയ്യുന്നു, ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഒരു അഡോബ് റീഡറിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മേലെ കാണാൻ സാധിക്കും 3 ഡോട്ട് കണ്ടില്ലേ. അല്ലെങ്കിൽ ഷെയർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഷെയർ എന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേരിലേക്ക് കൊടുക്കുക. താഴെ പ്രിൻ്റ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡയറക്റ്റ് ആ പ്രിൻറ്റിംഗ് ഓപ്ഷനിലേക്ക്, ആപ്ലിക്കേഷനിലെ ആ പ്രിൻറ്റിംഗ് ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ല. അപ്പോൾ നമ്മൾ പ്രിവ്യൂ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രിൻറ്റ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. എത്ര കോപ്പീസ് വേണമെന്നുള്ളതും ഏത് സൈസ് പേപ്പർ വേണം എല്ലാമുള്ള ഇത് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കാം. എന്നിട്ട് പ്രിൻ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.